എന്നിട്ട് അതിൻ്റെ മുകളിൽ ഡയപ്പേഴ്സ് അല്ലെങ്കിൽ നാപ്കിൻസ് ഇട്ട് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കത്തിപ്പോക്കോളും. മഴയോ വെയിലൊന്നും ഇതിനൊരു വിഷയമല്ല. ഇതിനുള്ളിൽ നമ്മളൊരു ഫയർ ബ്രേക്കിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും. പക്ഷെ അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ടെമ്പറേച്ചർ വരുത്തില്ല. അതിൻ്റെ പുറമെയാണ് നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കവറിങ് കൊടുക്കുന്നത്. ഇതിൻ്റെ പോക്കഴിൽ ഇതിൻ്റെ ലെഗ് ഭാഗങ്ങളൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്പൺ ആയിട്ട് വെച്ച് കഴിഞ്ഞാലും പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ഒന്നും വരില്ല. ഇതിന് പുറമെ നമ്മൾ ഫുഡ് വേസ്റ്റ് ട്രീറ്റ് ചെയ്യാനുള്ള കമ്പോസ്റ്റേഴ്സ് അവൈലബിൾ ആണ്. വീട്ടിലുള്ള ഫുഡ് വേസ്റ്റ് നമുക്ക് ഇങ്ങനത്തെ ഒരു ബിന്നിൽ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ബാക്ടീരിയ കൾച്ചർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് വളമാക്കി മാറ്റാൻ പറ്റും. സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്ന ഇൻസിനറേറ്റേഴ്സ് നമ്മളടുത്ത് ഒരു 2 kg മുതൽ ഒരു 15 kg വരെ കൊമേഴ്ഷ്യൽ ഹൗസ് ഹോൾഡ് പർപ്പസിനുള്ളതുണ്ട്. പിന്നെ അതിന് പുറമെ കൊമേഴ്ഷ്യൽ പർപ്പസിനുള്ള വലിയ യൂണിറ്റ്സുകൾ നമ്മളടുത്ത് അവൈലബിൾ ഉണ്ട്. ആസ് പെർ സൈസ് അല്ലെങ്കിൽ ആസ് പെർ വേസ്റ്റിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് കസ്റ്റമായിട്ട് ചെയ്യാൻ പറ്റും. കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയുന്നതിന് നമ്മളെ വാട്സാപ്പ് നമ്പർ ഈ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കോൺടാക്റ്റ് ചെയ്യാം. നമ്മളെ ടെക്നിക്കൽ എക്സ്പേർട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും.